ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഒരു ബൗൾ എടുത്തേണ്, ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തേണ്. ഇനി ഇത് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കി, പാലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. സാധാരണയായിട്ട് വെളുത്തുള്ളിൻ്റെ പൗഡർ ആട്ടോ ചേർക്കാറ്. അപ്പോൾ ഇതെല്ലാ വീട്ടിൽ കിട്ടാറില്ലല്ലോ, അതുകൊണ്ടാണ് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ലാസ്റ്റായിട്ട് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തതാണ് കേട്ടോ. ഒരു മീഡിയം പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഓരോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ചിക്കൻ ഇതിൽ മുങ്ങിക്കെടുക്കണം. അങ്ങനെ എല്ലാ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേണേ. എന്നിട്ട് ഇതൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നമ്മൾ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് രാവിലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. ഇത് നന്നായി ഇതിൽ മുങ്ങിക്കെടുക്കണം കേട്ടോ. ഞാനിത് രാവിലെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിടും. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറല്ലായിരുന്നു കേട്ടോ. ഞാനത് രാത്രിയാണ് എടുക്കുന്നത്. അങ്ങനെ ഇത് 2 ടൈപ്പ് മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനത് ഒരു ബൗളിലെടുത്തേണം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തേണേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തേ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ. ഏത് ടൈപ്പ് അരിപ്പൊടിയും എടുക്കാം. പിന്നെ ഇതാ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തേണ്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തേണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. തണുത്ത വെള്ളം ഒഴിച്ചെങ്ങാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ട് ഇതവിടെ മാറ്റി വെക്കാം. പിന്നെ വേറൊരു കപ്പ് എടുത്തേണ്. ഇതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തുങ്ങാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചിക്കനെല്ലാം നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവേ. കുറഞ്ഞത് ഒരു 5 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഈ മൈദേൻ്റെ മിക്സിലേക്ക് മുക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി മുക്കി കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ മൈദേൻ്റെ പൗഡറിലേക്ക് നന്നായി പ്രസ്സാക്കിങ്ങാണ്ട് കോട്ട് ചെയ്ത് കൊടുക്കുക ചിക്കനിൽ. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ. എല്ലാ ഭാഗത്തും മൈദേൻ്റെ പൗഡറാക്കി കൊടുക്കണം. നല്ലോണം പ്രസ്സാക്കിങ്ങാണ്ട് കൈ കൊണ്ട് നല്ലോണം പ്രസ്സാക്കിങ്ങാണ്ട് ചെയ്യണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മൈദേൻ്റെ ഈ പൗഡർ കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ മുട്ടി കൊടുക്കണം കേട്ടോ. നല്ല ചിക്കൻ പൊരിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേപോലെ ചിക്കൻ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് ഓയിൽ ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതപ്പോൾ 3 പീസാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കത്തിക്കണ്ട കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കത്തിച്ചാൽ മതി കേട്ടോ തീ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കത്തിച്ചാൽ പുറം നല്ലോണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ, ഉള്ളിൽ കുക്കാവാതെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് എടുക്കുകയുള്ളൂ. നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചതിനെ കൊണ്ട് ഉള്ളിലെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നല്ല ജ്യൂസി ചിക്കനായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. ഞാൻ കുറേ പ്രാവശ്യം ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ ഇത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. അടിപൊളിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലത് നല്ല ജ്യൂസി ചിക്കനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.